ഹലോ, ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പം അതിന് വേണ്ടുന്ന ചേരുവകൾ കോഫിപ്പൊടി ഇട്ടിട്ടുള്ള കേക്കാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനൊരു കേക്ക്. നോക്കാം. ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ഗ്രാമ്പൂവും 2 ഏലക്കായും പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ടയുടെ ഒരു നുള്ളു പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് കോഫി 2-3 സ്പൂണ് പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ്. 2 ടേബിൾ സ്പൂണേ ഉള്ളൂ, അത് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ഓറഞ്ച് തൊലി പൊടിച്ചത്, പിന്നെ ഇതിൽ ഒരു നുള്ളു ഉപ്പും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട് മൈദാമാവിൽ. പിന്നെ ഒരു മുട്ടയാണ് എടുക്കുന്നത്, ഒരു മുട്ട മതി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ആദ്യം അരിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ചതിലേക്ക് മുട്ട ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ബാക്കി കാണാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെണ്ണയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മുട്ട ഒഴിച്ച് പഞ്ചസാരയിലേക്ക് തന്നെ മുട്ട ഒഴിച്ച് മിക്സിയിൽ തന്നെ ജാറിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. മുട്ട മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പതച്ചെടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാരയിലോട്ട് ഒഴിക്കാം. നമുക്ക് ചെയ്യാനുള്ളത് വെണ്ണയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എനിക്ക് ബീറ്ററും ഒന്നുമില്ല, ഓവനും ബീറ്ററൊന്നുമില്ല. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വലിയ കുക്കറാണ്, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴേക്ക് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചിട്ട് നമുക്കതിനെ മിക്സ് ചെയ്യാം. ഇത് വാനില ഒഴിച്ചിട്ടില്ല, കാരമലൈസ് ചെയ്തിട്ടില്ല. അതൊരു കോഫി ചേർത്ത കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കാരമലൈസ് ചെയ്യാതിരുന്നത്. പിന്നെ മുട്ടയുടെ മണം പോകാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ പഞ്ചസാരയുടെ ഒപ്പം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്പൂൺ പാലൂടെ ഉണ്ട്. ഇനി കോഫി മിക്സ് ചെയ്യാനുള്ളത് വേറെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് കോഫി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കേക്കിംഗ് ടിന്നിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നോക്കി ഒഴിച്ചാൽ മതി. 2 ലെയറായിട്ട് വരും. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കോഫി ചേർക്കാത്തത് ആദ്യം ഒഴിച്ചു. ഇനി കുറച്ച് കോഫി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. കോഫി ഒരല്പം കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്കതും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ അടുത്ത ഇങ്ങനെ രണ്ടാമത്തെ ലെയറും ഒഴിച്ച് കഴിഞ്ഞു. നമുക്ക് ബബിൾസ് ഇല്ലാതെ നോക്കാം. ഒരു ഡിസൈൻ ആയിട്ട് വരും. കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേക്ക് ടിന്നിന്. അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. പോരാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. നമ്മുടെ കേക്ക് തുറന്ന് നോക്കിയതാണ്. ഒരുവിധം റെഡിയായിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം. ഇല്ല, ഒട്ടും പറ്റിയിട്ടില്ല. ഇല്ല, ഒട്ടും പറ്റിയിട്ടില്ല. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഷ്ടിച്ച് 25 മിനിറ്റിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഫി കേക്ക് തയ്യാറായി കഴിഞ്ഞു.
കേക്ക് ടിന്നിൽ നിന്നും മാറ്റി പേപ്പറെല്ലാം മാറ്റിയെടുത്തു. പൊളിച്ചെടുത്തിട്ടുണ്ട്. സൈഡിലൊരിത്തിരി വീണത് മാത്രം, അടിവശത്തൊന്നുമില്ല. എല്ലാം ക്ലിയറാണ്. നല്ല നമ്പർ 1 കേക്ക്. ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക്.